യെസ്, ഇത് ഗോൾഡ് 101.3 FM. വൈശാഖ് നിങ്ങളുടെ കൂടെയുണ്ട്. ആക്ച്വലി മോർണിംഗ് ഡ്രൈവിന്റെ സമയമല്ല, മോർണിംഗ് ഡ്രൈവ് 12 മണിക്ക് തീർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സിനാരിയോ, ഇന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചില ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ഉള്ളപ്പോഴത്തേക്ക് ഗോൾഡ് FM-ലൂടെ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ചില ട്രെയിലേഴ്സൊക്കെ കാണുമ്പോഴത്തേക്ക് ഓക്കെ ഇത് നമുക്ക് തിയേറ്ററിൽ പോയി കാണണമല്ലോ എന്നൊരു ചിന്ത വരുത്തുന്നുണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു ട്രെയിലർ ഉള്ളൊരു പടത്തിൻ്റെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. അതാണ് ഈ ഒരു സിനിമയുടെ പേര്. എൻ്റെ കൂടെ മാത്യു, മീനാക്ഷി, ശരത് ആൻഡ് മൈ ഡിയറസ്റ്റ് സജൻ. അപ്പോൾ മാത്യുവിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല തവണകളും ഞങ്ങൾ കണ്ടു. ഞാനും എൻ്റെ ഷോ പ്രൊഡ്യൂസർ ദിയയൊക്കെ കൂടി ഇങ്ങനെ പറയാറ് ഭയങ്കര രസമുണ്ടല്ലോ, നമുക്കൊന്ന് പോയി കാണണമല്ലോ എന്നൊരു ചിന്തയാണ് മെയിനായിട്ട് വന്നത്. ഈ ഒരു സിനിമ എന്താണ് പറയുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലായിരിക്കും, കാരണം വെച്ചാൽ അങ്ങനെ കുറെ സ്പോയിലേഴ്സ് ഒക്കെ ഉള്ളൊരു പടമായിരിക്കും. ബട്ട് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഈ ഒരു നൈറ്റ് റൈഡേഴ്സ് എന്നുള്ളൊരു പടത്തിലെ ശ്യാം എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ശ്യാമിന്റെ ഒരു ഫീൽ എന്താണ്? വെരി വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഫിലിം ലൈക്ക് ദിസ് ആണ്. കാരണം എന്റെ കഥ കേൾക്കുമ്പോൾ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നൗഫൽ അബ്ദുള്ള ഇസ് എ വെരി ഫേമസ് എഡിറ്റർ. അപ്പോൾ ഭയങ്കര എന്താ സുധാനി അല്ലെങ്കിൽ ഞാൻ നസ്ലിനൊക്കെ ചെയ്ത് നെയ്മർ എന്ന് പറഞ്ഞൊരു സിനിമ, അനുരാഗ് കരിക്കുമ്പള്ളം, അങ്ങനെ കുറെ അധികം അടിപൊളി സിനിമകളുടെ എഡിറ്ററാണ്. അപ്പൊ നൗഫലിക്ക് ഒരു ഫസ്റ്റ് ടൈം ഡയറക്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കഥ കേൾക്കുമ്പോൾ കുറെ ചിരിച്ചു. ഈ പറഞ്ഞ പോലെ ഹൊറർ കോമഡി ഒരു ചെയ്യാത്തൊരു ജോണറാണ്, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഷൂട്ട് നടക്കുകയും അല്ലെങ്കിൽ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈവൻ സേ ഷൂട്ട് കഴിഞ്ഞിട്ടാണേലും ഫൺ, അതേപോലെ നമ്മള് പ്രൊമോഷൻസിനും ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ ഭയങ്കര രസമാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നല്ല റിവ്യൂസും കൂടെ കിട്ടിയപ്പോ അത് ആക്ച്വലി ഭയങ്കര ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജേർണി ആയി. നമ്മള് ചെയ്ത എഫേർട്ടിനും അല്ലെങ്കിൽ അതിനൊക്കെ നല്ല റിവ്യൂസ് കിട്ടാൻ ആൾക്കാർ ഹാപ്പിയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫുൾ ഓൺ ഒരു കംപ്ലീറ്റ്. ശരി, ഈ കോമഡി ഹൊറർ ജോണറിലുള്ള പടങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ ഹിന്ദിയിലൊക്കെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മലയാളത്തിലൊക്കെ രോമാഞ്ചം വേണമെങ്കിൽ ആ ഒരു ജോണറിൽ പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ടായിരുന്നു, അതും സജിന്റെ പടമായിരുന്നു, സോറി. ഓക്കെ, അങ്ങനെ കുറെ പടങ്ങൾ ഉണ്ട്. ഇതിന്റെ ഈ ഒരു കഥ കേട്ട സമയത്ത് എന്തായിരുന്നു മാത്യുവിനെ ആദ്യമായിട്ട് ഓക്കെ ഇതെനിക്ക് ചെയ്യണം, ഈ ഒരു ശ്യാം എന്നുള്ള ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടായിരിക്കും? ഉറപ്പായിട്ടും കുറെ എലമെന്റ്സ് ഉണ്ട്. ആക്ച്വലി ബേസിക്കലി എനിക്ക് ഇനീഷ്യലി സ്ട്രൈക്ക് ആയിരുന്നു, ഞാൻ കുറെ ഇരുന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ ആക്ച്വലി കുറെ ഇരുന്ന് ചിരിച്ചു. അപ്പൊ അതും എനിക്ക് അതിന്റെ ഹ്യൂമർ ട്രാക്ക് ഭയങ്കര, ക്യാരക്ടേഴ്സിന്റെ ഒരു ജെന്യൂനിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹൊറർ ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോക്ലോർ കണക്ട് കൊണ്ടുവന്നത് ഭയങ്കര സ്മൂത്ത്ലി ആയിരുന്നു. പിന്നെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ശ്യാം ചെയ്യണം എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ശ്യാം അണ്ടർഗോ ചെയ്യുന്ന ഒരു ജേർണി ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ശ്യാമിനുള്ളൊരു പേടി അവൻ ഫേസ് ചെയ്യുകയും അല്ലെങ്കിൽ അത് ഭയങ്കര ട്രോമ ആയിട്ടുള്ളൊരു കാര്യം അവൻ ഫേസ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ന്യൂ ഫൗണ്ട് കോൺഫിഡൻസും ന്യൂ ഫൗണ്ട് ലൈഫും ഒക്കെ. അപ്പൊ അത് ആ ട്രാൻസിഷൻ ഭയങ്കര അടിപൊളി. അത് ആസ് ആക്ടേഴ്സ് നമുക്ക് ഭയങ്കര രസമാണ്. ഒരു സാധനം ഹോൾഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ട്രാൻസിറ്റ് ചെയ്ത് വേറൊരു സാധനത്തിൽ ആ ഒരു അത് നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ ഭയങ്കര രസം. അപ്പൊ അതിന് നല്ല ടീമിനെയും നല്ലൊരു ഡയറക്ടറിനെയൊക്കെ കിട്ടി ഭയങ്കര ഭയങ്കര. ശരി, ഞാൻ മീനാക്ഷിയിലേക്ക് എത്തുകയാണ്. മീനാക്ഷി ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. മാത്യു നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് പല പല സിനിമകൾക്കായിട്ട്. സോ ഈ ഒരു പടത്തിലെ ക്യാരക്ടർ എന്താണ്? ധന്യ എന്നാണ് പേരല്ലേ? ഓക്കെ. ധന്യ ഒരു നാട്ടിൻപുറത്തെ ഒരു പെൺകുട്ടിയാണ്. PSC കോച്ചിങ്ങിനൊക്കെ പോയി ഡിറ്റക്റ്റീവ് സ്വഭാവം അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ വായിക്കാൻ അങ്ങനത്തെ ഒരു മൂഡുള്ള ഒരു കുട്ടിയാണ്. അത്യാവശ്യം ബബ്ലി ആയിട്ട് ശ്യാമിനോട് ഒരു ലവ് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ധന്യ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അത് ചെയ്യാൻ. ഈ വാഴയിൽ നിന്ന് ഇതിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരുന്നു തോന്നിയത്? ഡെഫിനറ്റ്ലി എനിക്ക് ഏറ്റവും ഞാൻ ത്രൂ ഔട്ട് ഇപ്പം നമ്മള് ലോഞ്ച് തൊട്ട് ഇപ്പൊ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ലൈക്ക് ഒരാള് പോലും ഇല്ല നമ്മളുടെ വൈബ് ഡിഫറെന്റ് ആയിട്ടുള്ള, എല്ലാവരും ഒരേ വൈബില് ഫുൾ ഓണാണ്. അതെ, അങ്ങനെ ഒരു ടീമിനെ കിട്ടുക എന്നുള്ളത് നമുക്ക് ശരിക്കും ഭാഗ്യമാണ്.
എല്ലാ സെറ്റിലും പോകുമ്പോൾ ചിലപ്പോൾ അത് വർക്ക് ആവണമെന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ പ്രൊമോഷൻസിന്റെ ടൈമിലായാലും ഷൂട്ടിന്റെ ടൈമിലായാലും എല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് ഭയങ്കര സന്തോഷം തന്നൊരു. ശരി, ഇപ്പം ശരത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ്, താങ്കളെ ഇപ്പൊ അടുത്ത് കിട്ടി ഒന്ന് അടി കൊടുക്കണം തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പൊ ലോക്കയൊക്കെ വന്നതിന് ശേഷം ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ദേഷ്യം ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ സേഫ് ആണോ, എന്താണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്ക്? സേഫാണ്. കഥ കേൾക്കുമ്പോ തന്നെ ഭയങ്കര സേഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രണയവിലാസത്തിന്റെ റൈറ്റേഴ്സ് ആയിരുന്നു ജ്യോതിഷ്, സുനു. അവരാണ് എന്നെ ഈ പടത്തിലോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് വഴിയാണ് ഞാൻ സ്ക്രിപ്റ്റ് അറിയുന്നത്, വായിച്ചപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു സ്ക്രിപ്റ്റ്. കൂടെ തന്നെ എന്റെ ക്യാരക്ടറിനും, ഈ ക്യാരക്ടർ വല്ലപ്പോഴൊക്കെ ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഒരു ക്യാരക്ടറിന്റെ എല്ലാ ഇമോഷൻസിലും കൂടെ ഒരു ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിലും, വിഷമമാണെന്നുണ്ടെങ്കിലും, ദേഷ്യമാണെന്നുണ്ടെങ്കിലും, പേടിയാണെന്നുണ്ടെങ്കിലും, ഈ എല്ലാ ഇമോഷൻസിലൂടെയും ട്രാവൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങനെ കിട്ടിയ സമയത്ത് ഓക്കെ ചെയ്യണം എന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായി. തന്നെ കയറി പിടിച്ചു. ഓക്കെ, ഞാൻ സജിനിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് സജിനെ നമുക്ക് വർഷങ്ങളോളമായിട്ട് പരിചയമുള്ള എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. എങ്ങനെയാണ് ഈ കഥകളൊക്കെ ചൂസ് ചെയ്യുന്നത്? നിങ്ങളിലേക്ക് എത്തുന്നതാണോ, അതല്ലെങ്കിൽ എന്താണ് ശരിക്കും അവിടെ നടക്കുന്ന ഒരു പ്രോസസ് എന്നുള്ള കാര്യം ഒന്ന് പറയുമോ? എല്ലാ പടവും ഹൊറർ പടം നിൽക്കുന്ന 4 പടവും ഏകദേശം അതുപോലെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു എക്സ്ട്രാ എലമെന്റ് സിനിമയിൽ വരണം എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്ന ഒരു സാധനമാണ് ഹൊററും കോമഡിയും ഒക്കെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഹൊറർ എന്നുള്ളത്. കാരണം ഇപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. എന്തെങ്കിലും പുതിയത് കൊടുത്തില്ലെങ്കിൽ ആളുകൾ നമ്മളെ സിനിമ കാണില്ല. അങ്ങനെ വരുന്ന ഒരു തോട്ടിൽ നിന്നാണ് ഇത് വരുന്നത്. പിന്നെ നേരത്തെ റെഫർ ചെയ്ത മാതിരി സ്ത്രീ അല്ലെങ്കിൽ മാഡോക്സിന്റെ ഫിലിംസ് ഒക്കെ ഭയങ്കര ചെറിയ ബജറ്റിന്റെ അടുത്ത് വലിയ പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി എല്ലാത്തിലും ഒരു എക്സ്ട്രാ ആംഗിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ആ ഒരു ജേർണി ചെയ്യുന്നത്. ഇനി വരുന്ന സിനിമകളിലും അങ്ങനെയൊക്കെ തന്നെ ഒരു സാധാ കഥ പറയാതെ എന്തെങ്കിലും വ്യത്യസ്തമായി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അടിപൊളി. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ജോണറിലെ പടം പറയുമ്പോഴത്തേക്ക് ആൾക്കാരെ അത് വിശ്വസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എന്നുള്ളത്. റൈറ്റേഴ്സ് ഇവിടെ ഇല്ല എങ്കിലും നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അവരെത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം അല്ല ഇങ്ങനെ ഒരു സംഭവം അതെന്താന്നുള്ളതിലേക്ക് എത്താനായിട്ട്? നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? ജ്യോതിഷം സുനു ഭയങ്കര ഗ്രൗണ്ടഡ് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ കഥ പറയുന്ന ഒരു ഫോക്ക് അല്ലെങ്കിൽ സെറ്റിംഗ് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു ചാത്തന്മാട്. അപ്പൊ എനിക്ക് ജ്യോതിഷ് വയനാടാണ്, സുനു ഫ്രം കണ്ണൂർ. അപ്പൊ ഇവര് ഉറപ്പായിട്ട് ഇവര് ചെറുപ്പത്തില് കാണുകയും കേക്ക് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ക്ലോസ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരത് കഥയിൽ പ്ലേസ് ചെയ്യുമ്പോഴും ഭയങ്കര റൂട്ടഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തീർക്കുമല്ലോ നമ്മൾ ഷൂട്ടിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് നൗഫിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽ വന്നാലും ഇത് വേണ്ട, നമുക്ക് കുറച്ചും കൂടെ ഒരു പരിപാടി പിടിക്കാന്ന് പറയാം. സെയിം സീൻ തന്നെ നമ്മൾ ഇംപ്രൊവൈസ് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ജ്യോതിഷംസിനും ഓൾവേസ് ഓൺ സെറ്റ് ഉണ്ടാവും. അപ്പം ഷൂട്ട് തുടങ്ങി കഴിയുന്നവരെ അവര് വേറൊരു സ്ക്രിപ്റ്റ് എഴുതി തീർത്തിട്ടുണ്ട്. ഒരു റൗണ്ടും കൂടെ പിന്നെ കോൺസ്റ്റന്റ്ലി ഒരു ദിവസം എഴുതും, അടുത്ത ദിവസം കാണില്ലായിരിക്കും. കാരണം 4ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യണതിന്റെ പോയി എഴുതുന്നുണ്ടായിരിക്കും. അപ്പൊ അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഭയങ്കര പിന്നെ കോമഡി ഒക്കെ പ്ലേസ് ചെയ്യുമ്പോഴായാലും ചില ഇതൊക്കെ പ്ലേസ് ചെയ്യുമ്പോഴൊക്കെ ആയാലും അവര് ഭയങ്കര എന്താ പറയാ ഫോഴ്സ് ചെയ്യാണ്ട് അലോങ് ദ ക്യാരക്ടേഴ്സിനെ വെച്ച് ആ ക്യാരക്ടർ അത് പറയും എന്നുള്ള രീതിയിൽ, അല്ലാണ്ട് അത് പറയാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും ചൂസ് ചെയ്തിട്ട് അന്ന് നിങ്ങൾ ഇത് പറഞ്ഞു എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കഥ വായിക്കുമ്പോഴായാലും ഇവരുടെ കഥ വായിക്കുമ്പോഴായാലും കേൾക്കുമ്പോഴൊക്കെ ആയാലും ആ ഒരു ഫ്ലോയിലിരുന്ന് നമുക്ക് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് കേൾക്കാം. അപ്പൊ ഭയങ്കര അടിപൊളി ആൾക്കാർ. ഈ കോമഡി ചെയ്യുന്നത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണോ നിങ്ങളെ സംബന്ധിച്ച്? ഇതൊരു സിറ്റുവേഷൻ അനുസരിച്ച് വരുന്ന കോമഡികളാണല്ലോ. അപ്പം ശരത്തിന്റെ അടുത്തും കൂടി ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് എന്താ പറയുക, എളുപ്പമാണോ ഇങ്ങനെ ചിരിപ്പിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വലിയ പാടുള്ളൊരു പണിയാണ് ശരിക്കും പറഞ്ഞാല്. ചിരിപ്പിക്കാൻ എളുപ്പമാണ്, അത് ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചില്ലെങ്കിൽ കുറച്ച് പാടാണ്. അങ്ങനെ ഭയങ്കര നമുക്കറിയത്തില്ലല്ലോ ചെയ്യുന്ന സമയത്ത്. ഇത് ഇപ്പം നമ്മുടെ ക്യാമറയ്ക്ക് ചുറ്റും നിൽക്കുന്നവരും ഇവരൊക്കെ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതും തന്നെ നമ്മളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ തമാശ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ചിരിക്കും. നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരും. ഇത് അല്ലാതെ നമ്മളൊരു പെർഫോമർ ആവുന്ന സമയത്ത്, ഒരു പുതിയൊരു ഓഡിയൻസ് എന്ന് പറയുന്ന സമയത്ത് അയാളെ ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച്
പാടായിരിക്കും. തന്നെയായിരിക്കും. Okay. ആ ഒരു പേടി നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്തുണ്ട്, ഇത് വർക്ക് ആവും, നമ്മുടെ കോമഡി ഈ സ്പോയിലർ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്നുപേരും എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എന്റെ കുറെ ഉണ്ട് ആക്ച്വലി, പക്ഷെ ഞാനിപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത്, ഞാൻ ഇങ്ങനെ ഒരു സീനിൽ ഞങ്ങളിങ്ങനെ ഒരു 3 പേരും ഇങ്ങനെ ധന്യന്റെ ക്യാരക്ടറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവളുടെ വീടിന്റെ അവിടെ വന്ന് നിൽക്കും. നമ്മളിങ്ങനെ അടിച്ച് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. ഗേൾ ഫ്രണ്ട് ആണ്, അപ്പൊ ഡീസന്റ് പെട്ടെന്ന് മറ്റേ ഡീസന്റ് ആയിട്ട് മറ്റേ, അപ്പൊ അവിടെ ഞങ്ങൾ 3 പേരും അങ്ങോട്ട്, ഇപ്പൊ ഞാനും വന്നിട്ട് മറ്റേ ഊതിയിട്ട് പിടിക്കോ ചോദിക്കുമ്പോ അവര് അല്ല ആദ്യം എന്താ പൊക്കോന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സഭയോ പൊക്കോ ഞാൻ പറഞ്ഞ അതല്ല പിടിക്കോ, നീ ചെന്നിട്ട് പിടിച്ചോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോന്ന് ഇറങ്ങുമ്പോ ഇവളിങ്ങനെ വരും. അപ്പൊ ഇവളുടെ പേര് ധന്യാന്നാ. അപ്പൊ മറ്റേ റോഷൻ വന്നിട്ട് ഇതാരാ ധന്യാമറിയോ? അല്ല കന്യ. അപ്പൊ അത് മൊത്തത്തിൽ അത് ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ. അത് എത്ര ടേക്ക് പോയിട്ടുണ്ടായിരുന്നു? ടേക്കിന്റെ ഇല്ല, എനിക്ക് ആളിയ ഫുൾ സീൻ ഒരു 1.5 മണിക്കൂറിലൊക്കെ എന്തോ തീർത്തു. സീക്വൻസ് അത് ഭയങ്കര ഇത് കട്ട് ചെയ്ത വെർഷനാ, അല്ലാണ്ട് ഞങ്ങള് അല്ലാണ്ട് ചെയ്തിട്ടുണ്ട് അവിടെ, അത് ഫുള്ളെടുത്ത് കളഞ്ഞു. ഓക്കെ സജിൻ, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ജോണറിലുള്ള പടങ്ങൾക്ക് എപ്പോഴും, ഏത് പടങ്ങൾക്കാണെങ്കിലും മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള 2 ആൾക്കാരാണ്, നേഹ ആണെങ്കിലും ജാക്സൺ ആണെങ്കിലും. അവരിലേക്ക് എത്താനുണ്ടായ ഒരു റീസൺ എന്താണ്? ബിക്കോസ് അവരുടെ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഈസ് വെരി ഡിഫറെന്റ്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ പാട്ടുകൾ. അവരെ ചൂസ് ചെയ്തതിന്റെ പിന്നിൽ എന്തെങ്കിലും? എന്റെ സ്കൂൾ എന്ന് പറയുന്നത് തന്നെ ആഷിഖ് അബു സ്കൂൾ, അങ്ങനെയുള്ള ഞാൻ വന്നിട്ടുള്ളത്. ഇവരെയൊക്കെ പേഴ്സണലി പരിചയമുണ്ട്, റെക്സൈഡിനായാലും സുഷിനായാലും ജാക്സണും നേഹയും. അപ്പോ അവരുടെ ഒരു ബ്ലെൻഡ് ഓഫ് മ്യൂസിക് ഇറ്റ് ഓൾവേസ് സ്റ്റാൻഡ്സ് ഔട്ട്. അപ്പോ നമ്മൾ സ്ഥിരം കേട്ടു പരിചയമില്ലാത്ത കുറച്ച് പരിപാടി ഇതിനകത്ത് കൊണ്ടുവരണം. ആൻഡ് അഗെയിൻ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ, ഈഗോലെസ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയൂല. അപ്പൊ നമുക്ക് വർക്ക് ആവാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഗോ ബാക്ക് ആൻഡ് വർക്ക് എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവർ രണ്ടെണ്ണം അടിപൊളിയാണ്. ഇൻഡസ്ട്രിയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിഷ്യൻ ആണ് ജാക്സൺ എന്ന് പറയുന്നത്. നേഹ ഷീ ബ്രിങ്സ് ഇന്റർനാഷണൽ മ്യൂസിക് ടു ആ കൾച്ചർ. അങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. And again the people connect that brought them to the project. അവർക്കും വർക്കായി. ആ ഒരു അങ്ങനെയാണ് ഞങ്ങള് ഇതില് മ്യൂസിക്കിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുമല്ലോ, കാരണം വെച്ചാൽ പല മൊമെന്റ്സിലും അതായിരിക്കും അതിന് ഹൈ നൽകുന്നുണ്ടാവുക അല്ലേ? മീനാക്ഷി ഉണ്ണികൃഷ്ണൻ അതെ അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെയാണ് പാടിച്ചിട്ടേ വിടാൻ പറ്റുള്ളൂ. മീനാക്ഷി വിളിച്ചിട്ട് ഒരു ദിവസം നൗഫലിന് മെസ്സേജ് അയക്കാണ്, നൗഫൽക്ക എനിക്ക് ഒന്ന് പാടണം. മോള് പാടിക്കോ. അല്ല എനിക്ക് അതല്ല, സിനിമയിൽ പാടണം, അത് വേണോ? പക്ഷേ ഈ പുള്ളിക്കാരി വന്നു. അതാണ് ഈ ഫ്രീഡം. ഇപ്പൊ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർ പറയുമല്ല നമുക്ക് റിസ്ക്, പക്ഷേ മീനാക്ഷിനെ വിളിച്ചു പാടിപ്പിച്ചു ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. മീനാക്ഷിയുടെ ഇൻട്രോ സീക്വൻസ് തന്നെ സ്വന്തം വോയിസിൽ. ഓക്കെ, എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആ പാട്ട് പാടിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, അതെല്ലാരും പറയുന്നത്, പാട്ടുകാര് സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. വേറൊരു ഗായകനും കൂടി ഉണ്ട്. ഞാൻ തന്നെ പാടി. യെസ്. ആരോ നീ കരളിൽ ചേക്കേറും പുതുവെയിലാണോ പാരാകെ മാറുന്നീതാ അരികെ നീ വരവേ എന്നെഞ്ചിൽ പുതുമയിലാട്ടം മേലാകെ ചോക്കുന്നീതാ കുളിരേ കുളിരിൻ വിരലേ നീ തൊടണേ ഉടലിനുയിരിൽ. സൗണ്ട് നല്ല പോയിരിക്കും. വെരി നൈസ്. ഓക്കെ, നമുക്ക് ഓട്ടോ ട്യൂണിൽ ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, ഇത് ഷൂട്ട് ചെയ്തത് പാലക്കാടായിരുന്നു. ഷൂട്ട് ചെയ്തത് പാലക്കാടും കോയമ്പത്തൂരായിരുന്നു. അപ്പൊ ഇത് ശരിക്കും അറിയാലോ, ഒരു ഫോണില്ലാത്ത കാലഘട്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ആർട്ടും സെറ്റ് വർക്കും ഒക്കെ അതുപോലെ ഇരിക്കണം. അതിലേക്കാണ് ഞാൻ വന്നത്. ആ ഒരു കാലഘട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് കോസ്റ്റ്യൂം ആവട്ടെ, ആ ഒരു ലൊക്കേഷൻ ആവട്ടെ, എല്ലാം ആ ടെറൈൻ തന്നെ മാറ്റി എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും അല്ലേ? എന്തായിരുന്നു ആ ഒരു? സാധാരണഗതിയിൽ നമ്മൾ ചില സിനിമകളിലൊക്കെ ഈ ഒരു പീരിയഡ് ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർട്ട് ഭയങ്കരമായിട്ട് മുഴച്ചിരിക്കും, നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ പടത്തിനകത്ത് നൗഫലിന്റെ ബ്രദർ നവാബാണ് നമ്മുടെ ആർട്ട് ചെയ്തത്.
അപ്പോൾ ശരിക്കും ആ സ്ഥലവും അതിന് അനുയോജ്യമാണ്. അതിൽ ബ്ലെൻഡ് ചെയ്ത് ഇതിലിപ്പോൾ ആർട്ട് ആയതാണ്, നമ്മൾ ലൈബ്രറി അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പൊ ആ കാലഘട്ടത്തിലുള്ള സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നത്തിങ് ലെസ് ദാൻ ദ ഒറിജിനൽ എന്ന് പറയുന്ന പോലെയായിരുന്നു. നമ്മൾ അങ്ങനെ ആർട്ട് ചെയ്തു വെച്ചേക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ പുള്ളി ആ ഗ്രാമം നമുക്ക് ക്രിയേറ്റ് ചെയ്തു തന്നു. അപ്പൊ നമ്മള് രാവിലെ ഹോട്ടലിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വരും, കരടിമട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ എത്തുമ്പോ നമ്മൾ അഗെയിൻ കുറെ കാലഘട്ടം പുറകിലോട്ട് ട്രാവൽ ചെയ്ത് ഇവരൊക്കെ കോസ്റ്റ്യൂം ഇട്ട് വരുന്ന കഴിയുമ്പോ നമുക്കും തോന്നും ഓ നമ്മൾ ഇവിടെ അല്ല. പിന്നെ ട്രാവൽ ചെയ്ത പോലെ അങ്ങനെ അവിടെ ഉള്ള ആളുകളും കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ പാലക്കാട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അൺടച്ച്ഡ് ആയിട്ടുള്ള. ഇപ്പൊ പടം കാണുമ്പോ അറിയാം, നമുക്കൊരു ഏരിയൽ ഷോട്ട് പോകുമ്പോ ഇത് ഇപ്പോഴല്ല, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ഫ്രഷ്നെസ് തോന്നും. നാട്ടിൽ ഇപ്പോഴും ഒരാള് പാലക്കാടുള്ള ഒരുത്തൻ പറഞ്ഞു മെസ്സേജ് ഭയങ്കര രസമായിട്ട് നാട് കാണിച്ചു. പാലക്കാട് ഇപ്പോഴും ഭയങ്കര ഒത്തന്റിക് നമ്മുടെ പഴയ വില്ലേജും പരിപാടികളും ഒക്കെ, മുൾവേലി അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തു. പിന്നെ നമ്മുടെ ടെക്നീഷ്യൻസ് ആർ റിയലി ഗുഡ്. കാരണം മെൽവിയാണ് കോസ്റ്റ്യൂം ചെയ്തത്, ലോകയുടെ കോസ്റ്റ്യൂം ചെയ്തത്, ക്യാമറാമാൻ അഭിലാഷ് ശങ്കർ, ആർട്ട്, ഇവരെല്ലാം കൂടിയിട്ടാണ് ഈ ആ ഒരു വിഷ്വൽ ട്രീറ്റ് ശരിക്കും ഉണ്ടാക്കി തന്നത്. താങ്ക്സ് ടു ദം. ശരി, ഞാൻ മാത്യുവിലേക്ക് വരികയാണ്. മാത്യുവിനെ എന്ത് കാര്യമാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്? കൊറേ പേടികളുണ്ട്. എന്നാലും റിലീസിന്റെ തലേദിവസം നല്ല പേടിയുണ്ട്. ടെൻഷൻ അടിക്കോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച്? ടെൻഷൻ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല, മാത്യു. ഞങ്ങളൊരു കൂട്ടപ്പേടിയുടെ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഞാൻ സഭ, സജിനിക്ക, നൗഫലിക്ക, ഞങ്ങളുടെ ഒരു ഏരിയ അശ്വനുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ പോയി. അപ്പൊ പരിപാടി കഴിഞ്ഞു നേരത്തെ. അപ്പൊ നമുക്ക് രാത്രിയാണ് തിരിച്ച് ട്രെയിൻ. അപ്പൊ നമുക്ക് കൊറേ സമയമുണ്ട്, ഇരിക്കുന്നില്ല ആരും. നമ്മള് ട്രെയിനിനെ ക്ഷീണമുണ്ടപ്പോ നമുക്ക് നല്ലോണം കിടന്നുറങ്ങിയിട്ട് പിന്നെ നമുക്ക് രാത്രി ട്രെയിനിൽ കയറി പോവാം എന്നൊക്കെ ഉള്ള ഒരു പരിപാടിയില്ല. ആർക്കും പറ്റുള്ള അടുത്ത ബസ് കയറി ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തു. അവിടുന്ന് വണ്ടി എടുത്തു, അതെ അടുത്ത സ്ഥലത്ത് പോയിട്ട് ബസ് കിട്ടുന്നത് അടുത്ത സ്ഥലം, അങ്ങനെയൊക്കെ ടെൻഷനായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഒരു പക്ഷെ കൂട്ടം കൂടി പേടിക്കുമ്പോ ഒരു സമാധാനം. ഒറ്റയ്ക്ക് പേടിക്കുമ്പോഴാണല്ലോ ഒരാള് ഡൗൺ ആയിട്ടിരിക്കുമ്പോ പേടിക്കല്ലേ, കുറച്ച് കഴിയുമ്പോ മീനാക്ഷി ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്താ? അയ്യോ കൊറേ ഉണ്ട്. എനിക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ പേടി വരുമ്പോ ഭയങ്കരമായിട്ട് ഉറങ്ങും. സെറ്റിൽ എല്ലാവർക്കും മീനാക്ഷിനെ പേടിയായിരുന്നു. സെറ്റിൽ അങ്ങനെ വേറെ പേടികളൊന്നുമില്ല. പിന്നെ ഫിയർ ഓഫ് നമ്മള് ലൂസിങ് യുവർ ലവ്ഡ് വൺ, അതൊക്കെ പേടിയുള്ള കാര്യമാണ്. കൊറേ വേറെ പേടികളാണ്. ശരത്തിനോ? ഏറെക്കുറെ എല്ലാം പേടിയാണ്. എല്ലാം പേടിയില്ലാത്ത കുറച്ചുകൂടെ എളുപ്പം. സ്റ്റേജിൽ പോയിട്ട് പേടിച്ചു ആണ്. നമ്മുടെ കല്യാണിനെ കണ്ടിട്ട് കല്യാണിനെ കണ്ടപ്പോ കിട്ടുമോ എന്നുള്ളൊരു പേടി. അത്രയും നിറഞ്ഞ ഓഡിയൻസിന്റെ മുന്നിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് അവര് വിളിച്ച സമയത്ത് ഒന്ന് പ്ലാൻ ചെയ്ത് പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് റീൽ കണ്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടേ വരും. ഓക്കെ, അപ്പൊ നമ്മള് കുറെ നേരം ഇങ്ങനെ സംസാരിച്ചു. മാത്യുവിനെ കാണാൻ കഴിഞ്ഞാൽ വീണ്ടും കാണാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം നമുക്ക് വാട്സാപ്പിലും അല്ലാതെ നമ്മുടെ സോഷ്യൽസിലൊക്കെ വരുന്ന കമന്റ് പ്രകാരം ലൈക്ക് 2019 മുതലുള്ളൊരു ജേണിയാണ് മാത്യുവിനെ സംബന്ധിച്ച്. അതിനുശേഷം മലയാളികൾക്ക് ഫേവറേറ്റ് ആയ ഒത്തിരി മൊമെന്റ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ജേണി എങ്ങനെ കാണുന്നു? ഇപ്പം നൈറ്റ് റൈഡേഴ്സ് വരെ വന്ന് നിൽക്കുകയാണ്. എന്താണ്? വെരി ഹാപ്പി. എന്താ പറയാ, ഞാൻ നമ്മള് നല്ലത് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മള് നമുക്കെന്തെങ്കിലും പോരായ്മകൾ വരുമ്പോഴായാലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുകയും നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഓഡിയൻസാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു ജേർണിയിൽ ഇനിയും ഉണ്ട് ഹോപ്പ്ഫുള്ളി. അപ്പോ അത് ആ ജേർണി ആക്ച്വലി ഭയങ്കര രസമാണ്. അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള ഒരു ഹൈ ആൻഡ് ലോസ് ഭയങ്കര രസമാണ്. ആക്ച്വലി കുറെ പഠിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ സെക്ടേഴ്സിലും.
അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ. അടിപൊളി അടിപൊളി. ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നൈറ്റ് റൈഡേഴ്സ് കാണാനിരിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട്. ഇപ്പൊ നൈറ്റ് റൈഡേഴ്സ് ഫാസ്റ്റ് ഫിലിം ആണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അവരോട് എന്താണ് പറയുന്നത്? എന്താ പറയാ, ഞാൻ യൂഷ്വലി നമ്മൾ ഈ സിനിമ മുമ്പ് പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് അറിയില്ലല്ലോ ഇതിപ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാണ്ടിരിക്കാം, എന്ത് വേണം സംഭവിക്കാം. പക്ഷെ ഇപ്പോൾ പടം ഇറങ്ങി ഒരാഴ്ച കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ പിന്നെ ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് പടം കണ്ടവർ നമ്മുടെ അടുത്ത് പറയുന്ന റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് വെരി കോൺഫിഡൻ്റ്ലി പറയാം, നിങ്ങളാരും ഡിസപ്പോയിൻ്റ് ആവില്ല. ഭയങ്കര അടിപൊളി പരിപാടിയാണ്. യു ക്യാൻ എൻജോയ് ദ 2 hours വി ആർ ഗിവിങ് യു. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയിരുന്ന് കുറച്ച് പേടിച്ച് കുറേ അധികം ചിരിച്ച് കുറച്ച് ചിന്തിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു റൈഡാണ്. നമ്മൾ നെല്ലിക്കാൻ പോയിലെത്തും. പിന്നെ ഏതോ എന്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാണാതെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ല, ഡെഫിനറ്റ്ലി. കാരണം ഇതിനൊരു സൗണ്ട് ഡിസൈൻ കുറേം കൂടെ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. അപ്പൊ എസ്പെഷ്യലി ഇവിടെ നല്ല തിയേറ്റേഴ്സ് ഉള്ള സ്ഥിതിക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നു ആ ഒരു സൗണ്ടിങ്ങിലൊക്കെ കാണുവാണെങ്കിൽ ആക്ച്വലി അടിപൊളിയായിരിക്കും. നൈസ്. മീനാക്ഷി, എന്താ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും പ്രേക്ഷകരോടും ഒക്കെ പറയുന്നത്? പറയാനുള്ള ഇപ്പൊ ഒരു വീട്ടില് ഇപ്പൊ ഒരു പിള്ളേർക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറീനെ മാത്രമല്ല നമ്മൾ കോൺസെൻട്രേറ്റ്. അപ്പൊ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫൺ എന്റർടൈനർ വാച്ച്. എല്ലാവർക്കും പറ്റിയൊരു. നമുക്ക് പിള്ളേരൊക്കെ പേടിക്കോ എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ പിള്ളേരൊക്കെ മറ്റേ ഞാനിങ്ങനെ എന്റെ ഫ്രണ്ടിനോടൊക്കെ കണ്ടപ്പോഴേ പേടിക്കണ്ടെന്ന് വെച്ചാൽ കണ്ണും പൊത്തി എന്റെ ഫ്രണ്ട് കൊച്ചിന് കൊച്ചു കൈയൊക്കെ എടുത്ത് അപ്പൊ അതും ഭയങ്കര രസമാണ്. ഒരു നമ്മളങ്ങനെ സാധാരണ അതാണല്ലോ നമ്മൾ ഹൊററൊക്കെ ആയിട്ട് വരുമ്പോ പിള്ളേര് ഭയങ്കര പേടിക്കുന്നു. അതൊന്നും ഇല്ല, അവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിൽ എന്താണ്? ഞാൻ ആക്ച്വലി ഇപ്പൊ ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആണ്. കാര്യം OTT-ലാണെന്നുണ്ടെങ്കിൽ തലവര തോന്നുന്നു, തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ നൈറ്റ് റൈഡേഴ്സ്. ഇതിനെല്ലാം നല്ല റെസ്പോൺസ് ഉണ്ട്. ഈ 3 നല്ല എന്താ മെസ്സേജുകളായിട്ടും സ്റ്റോറി, മറ്റേ റീൽസ് കട്ട്, അങ്ങനത്തെ പരിപാടികളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഇതുവരെ ഇനി പടം കാണാത്തവർ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററുകളിലുണ്ട്, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. ശരി, പ്രൊഡ്യൂസർ മിസ്റ്റർ സജിൻ പറയൂ. ഞങ്ങളെ സിനിമയെ OTT-ലേക്ക് ഒതുക്കി നിങ്ങൾ ചെറുതാക്കരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതിന് ഒരു വിഷ്വൽ ട്രീറ്റും അതിന്റെ സൗണ്ട് ഡിസൈനും നേരത്തെ മാത്യു പറഞ്ഞ മാതിരി ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് യു വിൽ നെവർ ബി ഡിസപ്പോയിന്റഡ്. പിന്നെ UAE-ക്കാരോട് പറയാനുള്ളത്, നിങ്ങളിൽ ഒരാളായ നമ്മളുണ്ടാക്കുന്ന സിനിമയാണ്, അതുകൊണ്ട് സ്നേഹത്തോടു കൂടി തിയേറ്ററിൽ പോയി കാണുക. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. ഞാൻ കണ്ടിട്ടില്ല, ഐ എം റിയലി സോറി. ഞാൻ ഈ വീക്കെൻഡ് എന്തായാലും പോയി എന്തായാലും കണ്ടതിന് ശേഷം ഞാൻ സജിന്റെ അടുത്ത് പറയാം, ഉറപ്പായിട്ടും. ഇപ്രാവശ്യം ചീത്ത പറയാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നതിന് ഒത്തിരി താങ്ക്സ്. എല്ലാവരും ആശംസകൾ. ഈ തിരക്കിനിടയിലും വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് നല്ല കുറച്ച് പാട്ട്